കണ്ണടച്ചാള് വരെയപ്പോ ഇതാക്കുന്ന ഇയാളാണ് ഇതിന്റെ മുതലാളി. എനിക്കെന്നോട് അറിയാത്ത അവല്യക്കണോ വലിയപ്പോ നല്ല ഇംഗ്ലീഷ് പാട്ട് അപ്പൊ നമ്മള് ഇംഗ്ലീഷ് മോഡല് കുട്ടികളുണ്ട്. ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. കൂട്ട ഇൻട്രോ ആണ്. അപ്പൊ അങ്ങോട്ടാണ് പോണെന്ന് വിചാരിച്ചാല് അപ്പൊ ഇന്ന് അങ്ങോട്ടാ പോണെന്ന് വിചാരിച്ചാല് ഞങ്ങൾ ഇതുവരെ ഇടയ്ക്കര ഇപ്പൊ KFC ഇറങ്ങിയിരിക്കണം. ഇതുവരെ ഞങ്ങള് പോയിട്ടില്ല. പോയിക്കണോ? ഇതാ പോയിക്കണോ? സിപ്ന പോയിക്കണോ? ഇമ്മ പോയിക്കണോ? ഇല്ല. ഇപ്പൊ പോയിക്കണോ? നിങ്ങൾ പോയിക്കണോ? ഉറങ്ങി കറന്നപ്പോളോ? ഇടക്കര ടൈമില് നല്ല പുതിയ KFC തിന്നാൻ ചെറിയ പോലീസ പെരിയെ കൊണ്ടുവന്നിക്കണേ. ഞാൻ പോയിട്ടില്ല. കൊണ്ടുവന്ന് തന്നിക്കണ്. ഷെഫീക്ക് പിന്നെ കാലിച്ചുകൊണ്ട് പോകാൻ ടൈം ആവണുള്ളൂ. ദിയ പോയിക്കണോ? ഇല്ല. അപ്പൊ നമ്മളെല്ലാരും ഇന്ന് കലപ്പിലുണ്ടാവും. കാരണം എന്താന്ന് വിചാരിച്ചാല് ജനസംഖ്യ കുറച്ചൊന്നല്ല. ഫസൽ ഫേമിയില് 4 അംഗുള്ളൂ. അവിടെ മുണ്ടാൻ വേറെ ആരുള്ളൂ. നമ്മളില് കൊറേ എണ്ണ ഉണ്ടായോണ്ട് ഇല്ലതൊക്കെ നല്ല ഒച്ചല്ലിട്ടാണ്. ഉണ്ട്. ഇപ്പൊ മറ്റേ കജ്ജിലൊക്കെ ആയോണ്ട് അല്ലേ, പള്ളിയിലൊക്കെ പോയി കയ്യിലായോണ്ട് വെയിലായതുകൊണ്ട്. അപ്പൊ എന്താണ് ഇനി പരിപാടി എന്ന് വെച്ചാല് കുറച്ചാൾക്കാര് കാർ പോവും. ഷെഫീഖും സിഫ്നിയും അങ്ങനെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഷെഫീഖ് ഇല്ലെങ്കിൽ നിങ്ങൾക്കും വരാൻ മടിയാവൂലേ? അതാണ് ഇപ്പൊ നമ്മളെ ചെങ്ങായി ഇല്ലോണ്ട് അല്ലേ, ഇല്ലോണ്ട് ഞങ്ങളെ അപ്പൊ നമ്മളിപ്പോ മാറ്റി തുടങ്ങി. ഏകദേശം 8 മണിയായി. ചെറിയ കളിയിൽ നിന്ന് വരാനും ഷെഫീഖ് ഗ്രൗണ്ടിൽ നിന്ന് വരാനൊക്കെ കാത്തുന്നാണ്. പിന്നെ രാത്രി ഇപ്പാനായിട്ട് കൊറേ നമ്മള് പോയിട്ട് വണ്ടി ഉണ്ടായിട്ട് അങ്ങനെ ഓരോ ഇത് ഞങ്ങളെ കറക്റ്റ് എല്ലാരും വീഡിയോയിൽ കണ്ടാണ്. കഴിഞ്ഞിട്ട് ഇപ്പാനായിട്ടും ഉമ്മാനായിട്ടും റൗണ്ട് അടിച്ചു ഒന്ന് പോയില്ലേ ഷെഫീഖ്? ഇന്ന് അനൂനായിട്ടും മോണ്ടനായിട്ടും മുന്നനായിട്ടൊക്കെ ഇതിലൊക്കെ പോയിട്ട് മുണ്ടേരി കൂടെ പോയി. അടിയത് ചെറിയൊരു പെയിന്റ് ചെയ്യണം. അപ്പൊ ചെറിയപ്പ നാദില്ലാണ്. അപ്പൊ ചെറിയപ്പന്റെ സമാധാനം അല്ലെ, ഷെഫീഖിന്റെ സമാധാനം ഞാൻ കണ്ടു. ലാഗ് ആക്കണില്ല. ഇവിടുന്ന് ഇറങ്ങാണ്. ഇനി വണ്ടി കയറി. നിങ്ങൾ കുറച്ചാൾക്കാര് ഞങ്ങള് വണ്ടിയിലല്ലേ. അപ്പൊ നമ്മള് പോവുകയാണ്. ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ ഇപ്പാനെ നമ്മളിപ്പോ ഈ ഹൈലൈറ്റ് ആക്കണ എന്താ വെച്ചാല് ഇപ്പ ഷെഫീഖ് എന്നോണ്ട് നമ്മളെല്ലാരും കൂടെ ആദ്യമായിട്ട് പുറത്തു പോവുക അല്ലേ, പോകല്ലേ? ഇല്ല, ഓട്ടോറിക്ഷയും വിളിച്ച് പോയത്. ഞങ്ങളെ എക്സാം കഴിഞ്ഞാരെ നോമ്പിന്റെ ടൈമില്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരവും കാര്യൊക്കെ ആയിട്ട് നിക്കാൻ വന്നിട്ട് കൊറേ ആയി. അപ്പൊ എല്ലാരും ഒപ്പം പോണ്. കാരണം എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു വണ്ടി ആയോണ്ട്. ആ പോവാ നടക്കുന്ന പോയി നപ്പാനെ കുടിച്ചട്ടെ പൊന്തിയാട്ടെ പോവാ. ചെറിയപ്പൻ്റെ അടുത്തുനിന്ന് കുട്ടീനെ വിളിച്ചിട്ട് ആരും വരുന്നില്ല. സാറല്ലത് ഞാന് ഷിഫ്റ്റിനെ വിളിച്ചിട്ടും പോണില്ല. ഇല്ല ഒച്ചട റിതുവിനോട് പന നമ്മളിവിടെ കറക്കേറ്റ കേട്ടോ. മാതിലോട്ടല്ലമ്മ പെരിയിലൊന്നും തറവാട്ടാരെന്നാലും ഒന്നും കൊണ്ടുപോകാനൊന്നുമില്ല. അടുത്ത നാണംകടൽ ചാലരിയൊക്കെ പോയിക്കോ. ഓള് നാണം കെട്ട്, ഓള് ഫസ്റ്റ് ആണം കെട്ട്. എല്ലാരും ആണ് പുഷപ്പൊക്കെ എടുത്ത് ഇറങ്ങിക്കോളി. വണ്ടി പണിയാക്കും. KFC ഇന്ന് ഞങ്ങള് തല കൊത്തനെയാക്കും. നല്ല സൗണ്ട് കാരണം എന്താ വെച്ചാൽ ഒക്കത്തിന് ആട്ടി തൊലിച്ചെങ്കിൽ ഒക്കെ ആൺകുട്ടികളായതുകൊണ്ടേ പിടിച്ചിക്കല്ലേ. അപ്പൊ ആ സൗണ്ട് കൂടുതലായി കേൾക്കും. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അതാ കൊടുക്കണ്. ഇപ്പൊ എടുക്കട്ടെ ഞാന് പന കേട്ടെ. അങ്ങനെ ഓലൊക്കെ അവിടെ ലഗേജ് അവിടെ തട്ടിയോലെ. ഞങ്ങൾ അങ്ങനെ സ്കൂട്ടി മയിൽ വാഹനം. നമുക്ക് സ്കൂട്ടിയാണ് എപ്പോഴും കംഫർട്ട് സോണില്ലേ. എന്ത് സോണ്? കരഞ്ഞോ എന്റെ ചുണ്ണമണി? കരഞ്ഞോ? കുട്ടിനിട്ട് പോയ തള്ളശ്ശി കുഞ്ഞാഞ്ഞ ഇറങ്ങി പോടി വിത്തക്കാളി. ടർക്കി കാർത്ത പേപ്പർ കയറിയപ്പോ ഞാൻ വെക്കാം.
ചളിയാവാതൊക്കെ പേപ്പറൊക്കെ വെച്ചിക്കണം കേട്ടോ. ചെബീക്ക് കൈക്ക് കൊണ്ടൊക്കെ വെച്ചാകണേ. ചെബീക്ക് കേൾക്കാൻ കൊണ്ടായില്ല ഇനിയോ ഇതിന് കേറിയായില്ലേ ഇമ്മേ. അത് നമ്മള് ഈ KFC-ലാണ് നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു ബുധനാഴ്ച ദിവസം. പനമഴ ഉണ്ട്. ടർക്കി വേണ്ടല്ലേ? കുട്ടിനെ ഇട്ട് പോയ ആ തള്ളന്റെ മനസ്സ്. നിങ്ങള് കാറ്റിട്ടാതെ പോരൂലേ അതിൽ കേറാൻ വെച്ചടി സത്യശാ വരും അല്ലെ തന്നെ സുഖല്ല. ആരോഗ്യക്കിട വണ്ടി ഇതിന്റെ ഉള്ളിലാണ് ഈ കാറ്റ്. അങ്ങോട്ടുണ്ടോ? നിങ്ങൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലേ? ചേതാണല്ലേ? അല്ല കൊറേ നേരമല്ല കുത്തണത്. ഏതാ കോംബോ ഓഫർ ഉണ്ടോ? ഏത് ഓഫർ ഇല്ലോ കിട്ടോ ബുധനാഴ്ച ഓഫർ അല്ലേ? ബുധനാഴ്ച ഇവിടെ ഡിസ്കൗണ്ട് 50% എന്ന് പറയണേ. അതുകൊണ്ട് വന്നാണ് ഇപ്പൊ ഇവിടെ. ഇതും ഇതൊക്കെ ഒന്ന് തന്നെ രണ്ടൊന്നാ പീസ് അങ്ങനത്തെ SPO ഒരു രസമില്ല. സ്പെഷ്യൽ ചൂടില്ലതേ പിന്നെ കറുമുറില്ലേ എത്ര പീസ? 10 പീസ് ഉണ്ട്. നമ്മളെത്ര ആളുണ്ട്? 1 2 4 5 6. അതിന്റെ 2 ബക്കറ്റ് വാങ്ങേണ്ടി വരും. 1 2 4 5. ഞങ്ങൾ 5 ആള് 3 9 ആള് 10 പീസ് ഒമ്പാണ് നടക്കില്ല. അങ്ങനത്തെ ഒന്നുപാടെ വാങ്ങേണ്ടി വരും. 2 ബക്കറ്റ് വാങ്ങേണ്ടി വരും. എല്ലാം പറഞ്ഞു. ഞങ്ങള് 2 ബക്കറ്റ് വാങ്ങുമ്പോ എല്ലാരും ബർഗർ 15 പീസ്. എടി 190 റൈസും അതൊക്കെ 190 റൈസും ബർഗറും അടിച്ചിട്ടില്ല. എല്ലാരും ടിവിയിൽ ഒന്നിനെയാണ് റൈസും 2 പീസും ചിക്കൻ ബിരിയാണി മന്തി ബിരിയാണി ചിക്കൻ ബിരിയാണി ഓയ് കുഞ്ഞാ ഒരു കുഞ്ഞാ അതൊന്നും കഴിയില്ല. എന്താ വേണ്ടിയടാ? ഒരു ബക്കറ്റ് ബിരിയാണി വാങ്ങാം. ബക്കറ്റ് മന്തി ഇതിപ്പോ നെക്കിയിട്ട് കിട്ടണെങ്കിലും ആണഞ്ഞ് 3/4 മണിക്കൂറോളം. ഇത് നെക്കലെപ്പോഴാ വെച്ചാ? നമുക്ക് അവരോട് പറഞ്ഞാ പോരെ. ആണോ? സാധനം ഒന്നും കിട്ടിയില്ല ഇത്രയും നേരമായിട്ട്. പേയ്മെന്റ് മുന്നേ ചെയ്യണം. പൈസ അറിയാം ഓലക്ക് QR കോഡൊന്നും കാട്ടി കൊടുക്കണം. ജോലിയിൽ എന്തിനു പോയി നമ്മള് ചോക്കോലാതൊക്കെ ഉണ്ട്. ഈ ടിവിയിലൊക്കെ തന്നെയാണോ ഇതിലെന്തോ എന്താ നെക്ക നമുക്കറിയില്ല. ആദ്യം കിട്ടിയ തിന്നോക്കാം. ഏത് ചോക്കോലാവ കേക്കാണ്? പക്ഷെ ഒന്നും അറിയണില്ല. പ്ലസ് 2 പഠിച്ചിട്ട് ഉണ്ടാക്കാൻ അറിയണ്ട്. നമുക്ക് തിന്നിട്ട് പൈസ കൊടുത്താ. പക്ഷെ ഇവിടെ മുന്നിൽ പൈസ കൊടുക്കണം. 3 അങ്ങനെ നമ്മള് സാധനം വന്നിട്ട് ഇപ്പൊ തന്നെ ഒക്കെ തിന്നൽ തുടങ്ങിയിരിക്കണ് കഴിഞ്ഞിട്ട്. എപ്പോഴാ ചുമ്മാണ്ട പെപ്സി എല്ലാവർക്കും ഓരോ പേക്ക് തരുന്നതേ. ഉറങ്ങിയോ? പാവടി ഞാൻ അങ്ങോട്ട് പോയിരിക്കാന്. ഞാൻ ഈ ബില്ല് നോക്കിക്കണ് തിന്ന. നല്ല ഇംഗ്ലീഷ് പാട്ട്. അത് നമ്മുടെ ഇംഗ്ലീഷ് മോഡലിൽ കൊട്ടിട്ടുണ്ട്. അത് ഞമ്മക്ക് സുഖമായിട്ട് തൊഴിലായിട്ട് തിന്നാം. ഓപ്പടങ്ങറില്ല നമ്മക്കൊന്നും.
എന്താ തുറക്കാനായിക്കില്ലമ്മ? ഇപ്പൊ ഒന്നെടുത്ത് തിന്നെ വീട് കൊടുക്കണ്ടേ? ആര് ഇതിനോ? കുട്ടികളെ തിരക്കൂടി ചെയ്താലും ഓരോ ഫ്രഞ്ച് ഫ്രൈസ് നിർത്തിയിക്കാണോ കുറച്ചേരം ഉണ്ടാകാൻ കേട്ടപ്പേ അയച്ചു വേണ്ട പെപ്സി രസം തരുമോ? ആയിക്കോട്ടെ അല്ലേ കുറിച്ചോക്കട്ടെ രസം. ചെമ്മ തുടക്കത്ത് പറഞ്ഞേ കയ്യിലിങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാം ഫോട്ടോ എടുക്കാനായപ്പോളെ ഞാൻ നമുക്ക് പ്ലേറ്റ് ഒന്നും കിട്ടിയില്ല അല്ലേ? ഉമ്മാക്കൊക്കെ മനസ്സിലായി. ഉമ്മ അപ്പുറത്തോടെ പ്ലേറ്റ് കണ്ടിട്ട് നമ്മക്ക് പ്ലേറ്റ് കിട്ടി. അത് തിന്നോ? നമുക്ക് അതും കിട്ടില്ല. സോസ് എടുക്കട്ടെ. ഇവിടേക്ക് പറയൊക്കെ ചെയ്തോണ്ട് എന്താ ഏതാന്നൊന്നും അറിയുന്നില്ല. യൂട്യൂബ് സെർച്ച് ചെയ്യേണ്ടിന് ആദ്യം. ഇപ്പാക്ക് നല്ല ഭയങ്കര സന്തോഷം ഉണ്ടാവും ഉള്ളില് തന്നെ. ഇപ്പാ കൂടെ എങ്ങനെയുണ്ട് ഇപ്പാ? പ്ലേറ്റ് അയലക്കത്തെ പെരിയിൽ അല്ല അപ്പുറത്തെ പെരിയിൽ പ്ലേറ്റ് എന്നിട്ട് ഇവിടെ ചോദിച്ചാണ് എത്ര പാടിയ ഇവിടെ ശീലം ഉണ്ടായോണ്ടേ. സോസ എരിയുന്ന സോസ ദിയാനോട് അവിടെ ഇട്ടാ മതി. ആ ചെയ്തിട്ട് ആദ്യം ആ ചെയ്ത് പാടിയ വിടുവോ ജാതും ചേച്ചി ആദ്യം നീ പോവാ. മഞ്ഞ സോസാണത്. മയോണൈസ് ഇല്ല. മയോണൈസ് ഒക്കെ മിക്സ് ആക്കിയതാണ്. എക്സ്ട്രാ കിട്ടൂല കേട്ടോ. ഈ അച്ഛൻ ഒന്നും എക്സ്ട്രാ കിട്ടൂല. മയോണൈസോ ഒന്നും ഇതിലുള്ള അതന്നെ അങ്ങനെ ഉണ്ടല്ലേ? ചോദിച്ചു സോസ് എല്ലാരും അത് കടിച്ചു തുറക്കി വേഗം കിട്ടൂ. അതിന് ആനക്കാലത്തെ റൈലാൻഡ് വേണം. മയോണൈസ് കിട്ടും, തക്കാളി സോസ് കിട്ടും. പൈസ കിട്ടും. അല്ല പൈസ ഇത് സോസ് കിട്ടുണ്ടോ? ഇത് വേറെ സോസ് അറിയേ എരുലോ റോസ്റ്റും കണ്ട അത്ര ടൈമിംഗ് ഒന്നും ഇല്ല. ഇത് വേഗം കിട്ടിയിരിക്കണെന്നാ. വേഗം കിട്ടിയിരിക്കണ. അവിടെ നല്ല തീറ്റ തുറന്നു. ഇപ്പൊ കൈ അടുത്ത് പോടണുണ്ട്. എങ്ങനെ ഉണ്ടടാ? തിന്നോക്കിട്ടില്ലേ? നമുക്ക് വെള്ള സോസ് കിട്ടില്ലേ? ഒന്നുകൂടി വെള്ള സോസ് കൊടുത്താ മയോണൈസ് ഇതാ ഇതിനൊക്കൂല. ചമ്മന്തി ഉണ്ടോ? പച്ചള് വരെ ഓർഡർ ചെയ്യണം എന്നവൻ ചന്തു ഈറ്റങ്ങൾക്കൊക്കെ പെപ്സി ഉണ്ട്. പറ്റൂല പച്ചള് ഓർഡർ ചെയ്യണമല്ലോ. കൊല്ലി കുഞ്ഞാലും തരൂല. എന്തേ മയോണൈസ് ഒക്കെ അതാ വെള്ളം ഇവിടെ ആർക്കില്ല. പച്ചമാക്ക് ഉള്ളു കിട്ടും. വെള്ളം എടുത്ത് കൂട്ടി കിട്ടുന്നോളൂ. മയോണൈസ് രസം. ഇത് രസമുണ്ട്. എന്റെ കൂട്ടുണ്ടോ? ഇത് രസമുണ്ടായ രസമാണ്. ഓലൊക്കെ തിന്നോട്ടെ. തിന്നോ? ഞാനൊക്കെ കുട്ടികളെ വെയിറ്റ് ഒന്നും കണ്ട് തെറ്റിച്ചോ. KFC ഫിൽമിയിലൊക്കെ കണ്ടിക്കണെങ്കിലുള്ളൂ. KFCയും റോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതൊരാള് കണ്ടിട്ടാണ്. അയാള് ആ കണ്ണടച്ച ആളാണ് മുതലാളി. സത്യം ഇവിടെ വെള്ളൊറ്റുണ്ട്. കണ്ണടച്ചാള്? ആ കണ്ണടച്ച ആള് ഇവരെപ്പോ ഇതാക്കണ ഇയാളാണ് ഇതിന്റെ മുതലാളി. ആണോ? അല്ലേ? ഈ ഫോട്ടോ നമുക്ക് സമ്മ പറയാ. ഞാൻ പറഞ്ഞിട്ട് ആണോ? എനിക്കിനോട് അറിയാത്ത ആ വല്യപ്പനോ വലിപ്പോ വല്യപ്പനോ ചെറിയനോട് ശോകോനൊക്കെ പറഞ്ഞുതരും. വർഷം വരെ പറഞ്ഞു. സത്യം വല്ലാത്തൊരു വണ്ടി വരെയാണ്. അവിടെ KFCന്റെ മുതലാളി ആരാ?
കയറിയിട്ട് അയാൾ അറിയില്ല എന്നാ പുറത്താക്കും. അയാളെ കറി കയറിയിട്ട് അയാൾ അറിയില്ല എന്നാ ചോദിക്കാലോ. ഇതിൽ നടക്കും തൊപ്പി. അപ്പൊ മരിച്ചു പറഞ്ഞിട്ട് മരിച്ചിട്ട് വെറുതെ ആക്കാണ്. തൊപ്പി മതിയൊക്കെ കുറിച്ച് നടക്കും. ഇത് ബൈക്കാച്ചാ ആന്ന്. ഇത് പിണറായി വിജയൻ. ഇത് പിണറായി വിജയനല്ലേ പറഞ്ഞാൽ അയാൾ കൂടെ ഉണ്ടായില്ലേ? നമുക്ക് ഓർഡർ എടുക്കുന്ന അയാളല്ലേ? ഈ ഫോട്ടോ മറ്റേ ഇവിടെ കൗണ്ടറിലുണ്ട് അയാളെ. അല്ല അറിയില്ല. കണ്ടില്ല തൊപ്പിട്ടൊന്നൊരാളാകുന്നില്ല. നിങ്ങളോടും ഉണ്ടാക്കാന്നല്ലേ ഉണ്ടാക്കുക. പെപ്സി വേണം പെപ്സി വേണം നടക്കണ തരിപ്പുണ്ടായോണ്ടേ എനിക്ക് വേണ്ടല്ലോ. ഞാൻ കുറിച്ച് നോക്കിച്ചു കയ്യിന് എല്ലിടാൻ നേരം മാത്രമല്ല കേരളക്കാർക്ക് തിന്നാൻ വെക്കുണ്ടോ കുട്ടീനേറ്റ് വേണേ എടുക്കാം. നമ്മക്ക് ഇതൊക്കെ ചെയ്യില്ല. ഇതിനൊപ്പം നിന്നാലും നമുക്കൊന്നും തരൂല. ലോഡർ പ്രൈസ് കൊടുത്തു ഒറ്റക്ക് വേണ്ടി കച്ചറക്കാരാ അവിടെ. ആദ്യം പറ്റൂലേടാ. കുട്ടീനെ ഇപ്പൊ ഒക്കെ തീറ്റ കഴിഞ്ഞിട്ടാണോ? ആയിരോ? അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞില്ലേ കാലേ? ഇതൊക്കെ എന്താ നയിപ്പുണ്ടല്ലേ ഉണ്ടാക്ക? ഇതൊക്കെ ലാഭാണോ അവർക്ക്? ഇന്നറിയണ ടവരെ കേങ്ങുപൊരി തോന്നാൻ തന്നിക്കണം. അതിനുള്ള പൈസ ഉണ്ടാവും. കണ്ടറിഞ്ഞ് തന്നിക്കണം. അവിടെ നിന്ന് മാണ്ടേ ചെയ്യാനൊക്കെ നന്ദ മുട്ടക്കണ കുത്തോ കള്ളൊന്നും പറ്റില്ല. ഒരു പീസ് ഇട്ടിട്ടുള്ളേ വലുതെടുത്തുക്കണ അന്റെ ഭാഗം മന്തി തരുന്ന തറക്ക് അത് തരുമോ? മൂന്നെണ്ണോ നാലെണ്ണ ഒന്ന് വലുതായി അടുത്തു വലിയൊരു പീസ് തിന്നോ? വലിയൊരാണ് പീസ് കണ്ടോളൂ. പിന്നെ കജ്ജന്ന് ചാടിയതാ. ഒന്ന് ഓളോട്ട് ഒന്ന് ഓളോട്ടു അത് കണ്ടു തരാം. അല്ലല്ലേ ഇല്ല ഞാൻ കണ്ടിട്ടില്ല. കൈ കണക്കണേ ചൂട് ചൂടാ കുട്ടിണ്ട് അങ്ങനെ ഉണ്ടല്ലേ സംഭവം. ഓഫായി എന്താ സംഭവം ഇല്ലാത്ത മരിച്ചോലെ ജീവിച്ചാല് മരിക്കാണ്ട് കൈ കൊണ്ടണേ കൈ കൊണ്ട് തരും. മെഷീന് കൈയിലോട്ട് വെച്ച് നോക്കി അതിന്റെ ചോട്ട് മാറ്റി കൊടുക്കാൻ അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചെല്ലാം കഴിഞ്ഞ് നമ്മളെ കുട്ടികൾക്ക് ഒരു ആഗ്രഹം അതേപോലെ പോലെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. കേരള മുഖം മുഖം കേരള അവിടുന്ന് കയറുമ്പോ സന്ന കുട്ടി സന്ന കുട്ടി ഇമ്മേ ഒരു പോലീസ് പോകല്ലേ നമുക്കപ്പം അവിടെ മുക്കും മുക്കും പിതാനെ മുക്കൂന്ന് മനസ്സുമാര് കേക്കും. ഇതിമ്മ പുടിച്ചു പോണടാ
ഓലൊക്കെ അവിടെ എത്തി ഇച്ച് പേടിയാ മേബിതാനെ പിടിച്ചോ കുട്ടീനെ തന്നാ കുട്ടീനെ കണ്ട ഞാൻ കറൂല പേടിയാ നോക്കിയ സാമനെ കേറിക്കണേ ആ കുട്ടീനെ വെച്ച് കേറിക്കണേ സാമനത്തെ അവിടെ കേറി ഞാനല്ല എടി അയിലും ഇറങ്ങി വാ കുട്ടീനെ ആ പോരി ഇതിലിറങ്ങാൻ പറ്റൂലല്ലോ ഇതിലിറങ്ങിയ പേടിയുണ്ട് കോല് കുറുങ്ങോട്ടി ഇങ്ങോട്ട് പോലെ മാള് കയറിയപ്പോ അന്ന് കണ്ട ഇനി പണ്ട് പേടിയാ ഞാനന്ന് സിറാജിനെ തൂങ്ങിക്കണ് ഞാൻ കേറി കുട്ടീനേറ്റ് കേറിക്ക് അതിനൊന്നും പേടിയില്ല സിനുവിന് പേടിയുണ്ടോ മതിയടാ പോരി പോരി ഇതും പോണ്ടി ഈ സാധനം അതും പോണ്ട് അടച്ചോ ഇല്ല എന്ത് വാങ്ങാനാ ഫുഡ് വെയർ ഉണ്ടല്ലോ എന്ത് കാല് തട്ടിയോ കെട്ടിത്തരാം എന്ത് വാങ്ങാനാടി ഫാൻസി ചെരുപ്പോ ആ ഇത് അവിടെ മരുത്ത ഷൂ ഇതാക്കണം കുട്ടികൾ ചെരുപ്പിനൊക്കെ എന്താ വിലയാവോ ചെരുപ്പിനൊക്കെ എന്താ വിലയാവോ എന്തേലും പൗച്ച് ബോക്സ് അതൊക്കെ സ്കൂൾ തുറക്കാൻ നേരത്തെ വാങ്ങി ഇപ്പൊ അവിടെ ഇരുത്തിക്കാമ ഇതെന്തിനീ കൊട്ട അത് വിൽക്കും ചെയ്യുണ്ടാവോ ഉണ്ടാവും പൊട്ടിയത് ഇങ്ങനെ ഇട്ടടക്ക പിന്നെ ചെറിയ പോലെ പറ്റിയ ചെരുപ്പ് കിട്ടിയില്ല അപ്പൊ നമ്മളതിന്ന് ഇറങ്ങിപ്പോ ചൂട് പണിച്ചുണ്ട് അപ്പൊ നേരെ പരീക്കല്ലേ ഇനി നേരെ നമ്മള് പരീക്കൂലേ ചെറിയാപ്പൂനെ താറിലൊക്കെ ചങ്ങായിമാരോ ആരങ്ങളെ ഇനി വല്ലതോ ഇനി ഒന്നുമില്ലല്ലേ സിപ്നാന്റെ കുട്ടിയിലുണ്ടോളും ആ കാല് മുട്ടി കാല് കുട്ടീന് ഫോണുണ്ടോ കുട്ടീനെ മാറ്റി കൊടുത്തോ അതില് വെള്ളക്കുപ്പിയും മങ്കിത്തൊപ്പിയും ആക്കണ നല്ല വേനെ ഞാൻ ഉടുപ്പ് വന്നിച്ചാൽ കയറിപ്പോട്ടെ കാലം ഫോണ് ഇവിടെ ബേക്കില് വെക്കാം കേട്ടോ ബേക്കിലുണ്ട് ഫോൺ എന്നാ പോരി ഞങ്ങൾ അങ്ങനെ പോരാ അപ്പൊ വന്ന മാതിരി തന്നെ നമ്മള് സ്കൂട്ടി മിയോലിപ്പോ വണ്ടിയിൽ പോകാൻ നിക്കാണ്
ഞമ്മളെ ഫസ്റ്റ് എത്തിയല്ലേ ഇവിടെ ടൈം എത്രയായി? ടൈമൊക്കെ എത്ര വയ്ക്കണത്? ഇത് കൊയങ്ങിയോ ഇതൊട്ടിയെ? ഓല് വരുന്നുണ്ടല്ലേ? ഓല് വെളിച്ചം കണ്ടവിടെ. ഞങ്ങളിവിടെ കൊയങ്ങി കുത്തിരിക്ക. നമ്മൾ കൊറേ നേരം എത്തിയിട്ട് പറയാട്ടോ. കൊറേ നേരം എത്തിയിട്ട് പറയും. അവിടൊക്കെ വരുന്നേ, അവിടെ വരുന്നേ ഇച്ചറിയ വരുന്നു. ഏതാ സാധനം? നീച്ചിട്ടില്ലെങ്കിൽ ഒന്നായിട്ട് കയറ്റും. നിക്കിപ്പാ പന പൊടിച്ചാൻ പേരിയടാ. നിങ്ങൾ ഇറങ്ങില്ല? അങ്ങനെ ഇപ്പൊ ഒന്ന് കയറി ഡ്രസ് മാറ്റിൽ കഴിഞ്ഞോളി ഇരുന്ന് ഇഷ്ടാട്ടോ. അപ്പൊ നമ്മള് എഫീക്ക് ഇപ്പൊ കാറൊക്കെ തിരിച്ചിട്ട് ചെറിയപ്പ ഇപ്പൊ പോയി. ഇമ്മ അവിടെ ഉണ്ട്. ഇപ്പൊ അവിടെ പോയി കറന്നക്കണ്. എങ്ങനെ ഉണ്ടായിന്? പൈസ പോയാ പോക്കണ്ട. മൈൻഡ് എങ്ങനെ ഉണ്ടായിന്? കായ് പോയട്ടെ KFC വരട്ടെ. ഹാപ്പി ആയി. ഞമ്മളിപ്പോ നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മളിങ്ങനെ പോക്കില്ല. എന്നേലൊക്കെ ഇങ്ങനെ പോയി തിന്നെങ്കി തിന്നൂല്ലേ. ഞമ്മള് ഈ പോക്ക് ജീവിതത്തില് ല്ലേ ആദ്യമായിട്ടാണ് പുറത്തുപോയിട്ട്. അപ്പൊ എല്ലാരും പ്രമോഷൻ വീഡിയോ ഉണ്ടാവുമ്പോ ഞങ്ങള് ഇങ്ങനെ പോകുള്ളൂ. എല്ലാരും അങ്ങനെ കൊണ്ടുപോവാന് നമുക്ക് അങ്ങനെ പറ്റൂലല്ലോ. അപ്പൊ എന്നാന്ന് പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോണം. എല്ലാരും ഷെയർ കൂടി കാര്യമൊക്കെ എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും പോകണം. വെറുതെ രസം അല്ലേ? എല്ലാവർക്കും മനസ്സിലെന്നും ചോറും കൂട്ടാനും പണിയായാലും ഷെഫീഖിന് ഇങ്ങനെ പണിയല്ലേ? അലയാക്കാന്റെ വേറെ വർഷം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഔട്ടിംഗ് വ്ളോഗ് മതി അല്ലേ? ഇന്നാ പോക്ക് വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.